Hello everyone, welcome to my channel. Today I am going to teach you JEE questions. So solving JEE questions. Okay. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? let x is equal to 1, 2, 3, 4 and 5. The number of different ordered pairs y comma z that can formed such that y subset of x, z subset of x and y intersection z is equal to 5 empty. അങ്ങനെയാണെങ്കിൽ ഉള്ള ഓപ്ഷൻസ് ആണ് 5 സ്ക്വയർ, 3 raised to 5, 2 raised to 5, 5 raised to 3. ഇത്രയും ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എടുക്കുകയാണ്. ആദ്യം നമ്മൾ ലെറ്റർ ഫസ്റ്റ് നമ്മൾ ലെറ്റർ എ ബിലോങ്സ് ടു എക്സ് എന്ന് പറഞ്ഞ് എടുത്തു. നമുക്ക് എത്ര ചാൻസസ് ഉണ്ട്? എ ബിലോങ്സ് ടു എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ചാൻസസ് ഉണ്ട് ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നോക്കണം. അപ്പോൾ ആദ്യം എ ബിലോങ്സ് ടു എക്സ് ആണ്. വൈ ഇസ് ദ സബ്സെറ്റ് ഓഫ് എക്സ് ആൻഡ് സെഡ് ഇസ് ദ സബ്സെറ്റ് ഓഫ് എക്സ്. അപ്പോൾ എന്താണ്? എ ഒന്നുകിൽ എക്സിലും ഉണ്ടാവാം, വൈയിലും ഉണ്ടാവാം, എക്സിലും ഉണ്ടാവാം. എക്സിലുള്ള എലമെൻ്റാണ് എ. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന എലമെൻറ്റ് നമുക്ക് വൈയിലും ആവാം, സെഡിലും ആവാം. അപ്പോൾ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ബിലോങ്സ് ടു വൈ ആൻഡ് എ ബിലോങ്സ് ടു സെഡ്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എ ഡസ് നോട്ട് ബിലോങ്സ് ടു വൈ. കാരണം വൈ ഇൻ്റർസെക്ഷൻ സെഡ് ഈക്വൽ ടു 5 ആണ്. ഇതിൽ കോമൺ അല്ല. ഈ എ ബിലോങ്സ് ടു എക്സ് എന്ന് പറയുന്ന എക്സിലുള്ള ഈ എലമെൻറ്റ് ഇത് രണ്ടിൻ്റെയും എക്സിൻ്റെ സബ്സെറ്റ് ആയതുകൊണ്ട് രണ്ടിലും ഉണ്ടാവാം. രണ്ടാമത്തത് ഇപ്പോൾ വൈയിലില്ല ആൻഡ് എ ബിലോങ്സ് ടു സെഡ് ആണ്. സെഡിലുണ്ട്, സെഡിൽ മാത്രമായിട്ടുണ്ട്, സെഡിലേ ഉള്ളൂ, വൈയിലില്ല. അങ്ങനത്തെ ഓപ്ഷനും വരാം. പിന്നെ എന്താണ്? വൈയിലുണ്ട് പക്ഷെ എന്താണ്? സെഡിലില്ല. നാലാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടിലും ഇല്ലെങ്കിലും എന്താണ്? ഇത് ഓപ്ഷൻ കറക്റ്റാണ്. കാരണം എന്താണ്? ഈ രണ്ടിലില്ലാത്ത എലമെൻറ്റും എക്സിലുണ്ടാവാം അല്ലേ? അപ്പോൾ ഈ ഒരു ഓപ്ഷൻ. പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വൈ ഇൻ്റർസെക്ഷൻ സെഡ് എന്ന് പറയുന്നത് എന്താണ്? 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 5 ഇൻ്റർസെക്ഷൻ സെഡ് ഇസ് ഈക്വൽ ടു 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ചാൻസസ് ഏതൊക്കെയാണുള്ളത്? ഒന്നാമത്തെ ചാൻസസ് കറക്റ്റ് ആവില്ല. കാരണം എ ബിലോങ്സ് ടു വൈ ആണ്, എ ബിലോങ്സ് ടു സെഡ് ആണ്. ഈ എന്ന് പറയുന്ന കോമൺ ആയിട്ടുള്ള എലമെൻ്റാണ് വൈയിലെ സെഡ്. അങ്ങനെയാകുമ്പോൾ വൈ ഇൻ്റർസെക്ഷൻ സെഡ് നോട്ട് ഈക്വൽ ടു 5 ആണ്. പക്ഷേ ഇത് വൈ ഇൻ്റർസെക്ഷൻ സെഡ് ഇസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതാണ് ആ കണ്ടീഷൻ. ഇത് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഈ ചാൻസസ് വരില്ല. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ചാൻസസ് ഒക്കെ എന്താണ്? രണ്ടിലും കോമൺ ആയിട്ട് എ എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ ഈ 2, 3, 4 എന്ന് പറയുന്ന ഈ ചാൻസസ് ഒക്കെയാണ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പം എന്താണ്? വൈ ഇൻ്റർസെക്ഷൻ സെറ്റിൽ 3 ചാൻസസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണ്? 3 ചാൻസസ് വരുന്നുണ്ട്. ഈ ടോട്ടൽ നമ്പർ ഓഫ് അതായത് 5 എലമെൻറ്റ്സ് ഉണ്ട് എക്സിൽ. അപ്പോൾ നമ്പർ ഓഫ് റിക്വയർഡ് ചാൻസസ് എന്ന് പറയുന്നത് എന്താണ്? 3 ചാൻസസ് ഉണ്ട്. 5 ഈ എക്സിലുള്ള എലമെൻറ്റ്സ് 5 എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3 ചാൻസസ് ആണുണ്ട്. അപ്പോൾ 3 × 3 × 3 × 3 3 പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 3 raised to 5 എന്ന് എഴുതാം. 3 പ്രാവശ്യം 3 ചാൻസസ് ആണ് വരുന്നത്. അത് 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 3 raised to 5. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? 3 raised to 5 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.